ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് GD കുറിച്ചാണ്. എന്താണ് GD എന്ന് ചോദിക്കുന്നവരോട് GD നായിഡു. ഈ പേര് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില കാര്യങ്ങൾ കൃഷ്ണകുമാർ ആൻഡ് രാംകുമാർ എന്ന് പറയുന്ന സംവിധായകർ, ഡയറക്ടേഴ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ പോവാണ് GD എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ച്. നമ്മുടെ രാജ്യം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു ഫിലിം ആണ് കേട്ടോ ഇത്. കാരണം ഈ ഫിലിം ഹിസ്റ്റോറിക്കലായ ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആരായിരുന്നു നായിഡു? അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് മുമ്പും ഒക്കെ നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ വ്യാപാര അല്ലെങ്കിൽ വ്യാവസായികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ, രാഷ്ട്രീയപരമായ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വ്യാവസായിക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും, അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ട്രെയിലർ നമ്മളോട് പറയുന്നത്. ഈ ഫിലിം കാണുന്ന മുമ്പിൽ നിങ്ങൾ ഈ നായിഡുവെ പറ്റി ചില ഓർമ്മകൾ പുതുക്കുന്നത് നന്നാവും. എന്തൊക്കെയാണ് ആ ഓർമ്മകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് പോയിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്ര കഥയെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ജീവചരിത്ര കഥയെ പറ്റി മനസ്സിലാക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത കുറേ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന്റെ വ്യാവസായിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ വ്യാപാരപരമായ കാര്യങ്ങൾ അദ്ദേഹം എത്രത്തോളം മുമ്പിലായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നതെങ്കിൽ ഒരു കിടക്കാച്ചി ഫിലിം ജൂലൈ 17 കാണാവുന്നതാണ്. ഇതിൽ നമ്മുടെ മലയാളത്തിന്റെ വിനയഗുണയനായ ഒരു ആക്ടറും കൂടിയുണ്ട്. ആരാണെന്ന് ഞാൻ പറയേണ്ട, മിസ്റ്റർ ജയറാമും കൂടി ഇതിൽ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയാമണിയുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് മാധവനെ കുറിച്ചാണ് കേട്ടോ. മാധവന്റെ ഫിലിമിനെ പറ്റി നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഫിലിം ഞാൻ പറയാം കേട്ടോ. ഇപ്പം അടുത്തിറങ്ങിയ ദുരന്തറിൽ അദ്ദേഹത്തിന് സൈലന്റ് ആയ ചില എക്സ്പ്രഷൻസും കണ്ണുകൾ വരെ അഭിനയിക്കുന്നു തോന്നി ചില കുറേ മൂമെന്റ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഈ മാധവന്റെ പണ്ടൊരു ചോക്ലേറ്റ് ഫിലിം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നു മുമ്പ്. പഴയ ഫിലിമുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ വിജയ് സേതുപതിന്റെ ഒക്കെ ഒരു ഫിലിമുണ്ട്. അതിലൊക്കെയാണ് അദ്ദേഹത്തെ കൂടുതൽ ഞാൻ പേഴ്സണലി ശ്രദ്ധിക്കപ്പെട്ട കേട്ടോ. കിടില ആക്ടിങ് ആണ്. പക്ഷേ ഈ ഫിലിമിന്റെ ട്രെയിലർ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും നമ്മുടെ ജയറാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലുപരി മാധവ് കിഡിലാണ്. അങ്ങനെ എല്ലാവരും ഈ ട്രെയിലറെ സംബന്ധിച്ചോളം ഇങ്ങനെയാണ് സംഭവം. പക്ഷേ ഈ ഫിലിം നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെപ്പറ്റി ഈ നായിഡുവെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ, പ്രശസ്തനായ ഇദ്ദേഹത്തെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി തിയേറ്ററിൽ പോവുകയാണെങ്കിൽ ഫിലിം ഒന്നും കൂടി കണക്ട് ചെയ്യുമോ. അയാൾ എന്തൊക്കെ ചെയ്തു, അദ്ദേഹം എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാണ്. പക്ഷേ ഇതൊരു ജീവചരിത്ര കഥയാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് മുഴുവനായിട്ടും ഈ ഫിലിമിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത, നമ്മളിലേക്ക് എത്തേണ്ട, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ളതും നമ്മളിലേക്ക് എത്തേണ്ടതുമായ പ്രധാന കാര്യങ്ങൾ ഫിലിമിലൂടെ ഇവർ നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും ഫിലിം കാണുക. അതിനു മുമ്പായിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിത ചരിത്ര കഥകളെ പറ്റി അല്ലെങ്കിൽ ഇത്തരം ജീവചരിത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജൂലൈ 17 ഫിലിം. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണുക. ഫിലിം ഇത്ര മാത്രമേ ഉള്ളൂ. GDN, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും കേട്ടോ. അപ്പോൾ ട്രെയിലറും കൂടി കണ്ട് നിങ്ങൾ കമന്റ് ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. പിന്നെ ജൂലൈ 17 ഫിലിം കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളും ഫിലിമിനെ പറ്റിയും മാധവനെ പറ്റിയും ജയറാമാനെ പറ്റിയും ഒക്കെയുള്ള അഭിപ്രായങ്ങളും ഇതിന് താഴെ കമൻ്റായിട്ടിടും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.